يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. മക്കം ഫത്ഹിൻ്റെ നാളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാങ്ക് കൊടുക്കാൻ വേണ്ടി ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ മക്കയിലെ പ്രമുഖ കുടുംബമായ ഖുറൈശി കുടുംബത്തിലുള്ള ആളുകളാണ്. അതിൽ അബൂ സുഫിയാനെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകളുണ്ട്. അവർ നോക്കുമ്പം ഒരടിമയായ ബിലാലിനെയാണ് ഇസ്ലാമിനെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി പ്രവാചകനെ ഏൽപ്പിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് പല വിശ്വാസികൾക്കും പല സഹാബാക്കൾക്കും മുഖത്ത് ഒരു പ്രയാസം ഉണ്ടായി. അന്നേ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്തഹിൻ്റെ അന്ന് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിൽ പ്രവാചകൻ പറയാണ്, അല്ലയോ മനുഷ്യരെ, നിങ്ങളിൽ രണ്ട് വിഭാഗം ആളുകളാണുള്ളത്. അതിലൊന്ന് പുണ്യവാനും സൂക്ഷ്മതയുള്ളവനും അള്ളാഹുവിങ്കിൽ ആദരണീയവനും. രണ്ടാമത്തത് ദുഷ്ടനും ദുർമാർഗിയും അള്ളാഹുവിങ്കിൽ നിന്ദ്യനുമായുള്ളവൻ. എല്ലാവരും ആദമിൻ്റെ സന്തതികളാണ്. ആദം അള്ളാഹുവിൽ നിന്നാണ്, അഥവാ മണ്ണിൽ നിന്നുമാണ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ ഓതുന്ന ആയത്താണ് ഞാൻ പാരായണം ചെയ്തത്. ഈ ആയത്ത് തുടങ്ങുന്നത് ജനങ്ങളെ വിളിച്ചുകൊണ്ട്, ഇതുവരെ കേട്ട ആയത്തുകൾ മീനിങ്ങൾ ഇവിടെ യാ അയ്യുഹന്നാസ്, ഈ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, എന്തിനാ നിങ്ങളുടെ ഇടയിൽ ശുഊബും ഖബായിലുകളും ആക്കിയത്? എന്തിനാ ഗോത്രങ്ങളും വ്യത്യസ്ത രൂപത്തിലുള്ള ആളുകളൊക്കെ ആക്കിയത്? എന്തിനാ? ലിതആറഫു. അതിന് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒറ്റ കാരണമുള്ളൂ, ലിതആറഫു, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രം. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതനാണ് ആരാണ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഏറ്റവും തഖ്വയുള്ളവനാണ്, അള്ളാഹുവിനെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്നവനാണ്. പ്രവാചകൻ പറയുന്നുണ്ട്, ഒരറബിയും അനറബിയേക്കാൾ ഉത്തമനല്ല, അനറബിയും അറബിയേക്കാളും ഉത്തമനല്ല, ഒരു കറുത്തവനും വെളുത്തവനേക്കാളും ഉത്തമനല്ല, ഒരു വെളുത്തവനും കറുത്തവനേക്കാളും ഉത്തമല്ല. അള്ളാഹുവിങ്കിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ തഖ്വയുള്ളവനാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, നിശ്ചയമായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാണ്.